സ്തോത്രം. 40 വർഷം ആരുമില്ലാത്തവനായി, എല്ലാം ഉള്ളവന്, ഒന്നുമില്ലാത്തവനായി മരുഭൂമിയിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് 40 വർഷം, 1-2 ദിവസമല്ല, 40 വർഷം പേഷ്യൻസോടെ നമുക്ക് ദീർഘക്ഷമയോടെ നമുക്ക് നിൽക്കാൻ പറ്റും. എൻ്റെ പൊന്നെ, 4 വർഷം പറ്റത്തില്ലല്ലോ, 4 മാസം പറ്റത്തില്ലല്ലോ. നമ്മൾ ചോദിക്കും, എന്താ കർത്താവ് ഇത്, എന്താ കർത്താവ് ഇത്, എന്താ കർത്താവ് ഇത്? 40 വർഷം മരുഭൂമി കിടന്നവൻ എന്ത് ചെയ്തില്ല? ചോദിച്ചില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ചു പോയി. അപ്പം നമ്മളൊക്കെ വിശ്വാസത്തിൽ ഒന്നുമല്ല. സ്തോത്രം. ആ മനുഷ്യനാണ് 40ാമത്തെ വർഷത്തിൽ ഏകദേശമൊക്കെ ശരിയായി എന്ന് കണ്ടപ്പോൾ, എന്നാലും പൂർണ്ണമായിട്ട് ശരിയാക്കിയില്ല, പക്ഷെ സംസാരിച്ച് ശരിയാക്കി. സ്തോത്രം. ഒരു മുൾപ്പടർപ്പിൽ കത്തിച്ച്, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ മോശെ അടുത്ത് ചെന്നപ്പോൾ, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. എവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നു, അല്ലേ, 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ നടുവിലുണ്ട്. ഇതെന്താണ്? ഇത് വിശുദ്ധ സ്ഥലമാണ്. കാരണം എന്താ? സർവശക്തൻ്റെ സാന്നിധ്യമാണ് ഇവിടെ. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയാൻ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മോശെ, നീ ശരിയല്ലാത്തത് ഇനിയുമുണ്ട്. സ്തോത്രം. അതിനുശേഷം അരുളപ്പാട് നിയോഗം കൊടുക്കുന്നു. അവിടെ നിയോഗം കൊടുക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. നിന്നോട് കൂടെ ഇരിക്കും. പിന്നീടുള്ള പീരീഡ് മുഴുവൻ നമുക്കറിയാം, ഇതുപോലൊരു പ്രതിസന്ധി നേരിട്ട ഒരു മനുഷ്യനില്ല. സ്തോത്രം. എവിടെയൊക്കെ ഭയപ്പെട്ടോ അങ്ങോട്ടൊക്കെ ഇവനെ അയച്ചു. പക്ഷേ മോശയ്ക്ക് ഒരു കാര്യം അറിയാം, ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഒറ്റയ്ക്കാണ് ഞാൻ ഓടിയത്. ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് തിരികെ ചെല്ലാൻ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടുകൂടെ എന്നെ അയക്കുന്ന ദൈവമുണ്ട്. സ്തോത്രം. ഇന്നലെകളിൽ നീ ഭയപ്പെട്ട വിഷയത്തിൽ നീ ഒറ്റയ്ക്കായിരുന്നു, എന്നാൽ ഇന്ന് നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.